രാവിലെ തന്നെ ബക്കറ്റും പിടിച്ച് പോണത് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു സാധനം ഉണ്ടാക്കാൻ. ഈ ബക്കറ്റും മണ്ണ് വരുന്ന സാധനമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, എല്ലാവരും ഹോം മെയ്ഡ് സോയിൽ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞു. ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നൽ മാത്രമല്ല, കുറേ പ്രാവശ്യം ഞാൻ ബക്കറ്റിൽ മണ്ണ് വെള്ളം കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രോസസ്സ് കുറച്ച് റിസ്കി ആയതുകൊണ്ടും എനിക്ക് നല്ല മടിയായതുകൊണ്ടും ഞാൻ അങ്ങനെ ഉണ്ടാക്കാതിരുന്നു. ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്കിത് ഉണ്ടാക്കാനുള്ള കൊതി കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു. ഇതുണ്ടാക്കാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം, കാരണം എല്ലാവർക്കും അറിയായിരിക്കും. ഇതത്ര സിമ്പിൾ ആണെന്നൊന്നും ഞാൻ പറയില്ല, അത്യാവശ്യം പണിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ബക്കറ്റൊക്കെ എടുത്തിട്ട് മണ്ണ് കലക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചീത്തയും കേൾക്കും. അപ്പൊ പിന്നെ പഴയ ബക്കറ്റൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കിക്കോ. മണ്ണിൽ വെറുതെ വെള്ളം കലക്കി വെച്ചാൽ ഇത്രയും ക്ലിയർ വാട്ടർ കിട്ടില്ല കേട്ടോ. 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടാണ് ഇത്രയും ക്ലിയർ വാട്ടർ എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ഒരു പ്രോസസ്സ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോയിൽ ക്ലേ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല മണ്ണ് നോക്കി എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ ഉണ്ടാകും. എന്റെ അത്യാവശ്യം നല്ല മണ്ണ് തന്നെ ആയിരുന്നു, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മണ്ണിൽ വെള്ളം കലക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ആ മണ്ണിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലുള്ളൂ നമുക്ക് ക്ലിയർ വാട്ടർ കിട്ടുക. ആ വെള്ളത്തിന്റെ താഴെ അടിഞ്ഞു കൂടിയിട്ടുള്ള സോഫ്റ്റ് സോയിലാണ് നമുക്ക് ക്ലേ ആയിട്ട്. എന്നിട്ട് അത് നമ്മൾ ഒരു തുണിയിലാക്കിയിട്ട് കിഴി കെട്ടിയിട്ട് വെള്ളം ഊറാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞ് ഒരു ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. ഒരു ദിവസം ഫുള്ള് വെയിൽ കൊണ്ടിട്ടും എന്റെ ക്ലേ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി സോയിൽ ക്ലേ എനിക്ക് കിട്ടി. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ക്ലേ തന്നെ കിട്ടിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ 2-3 കവറിൽ പൊതിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മണ്ണെടുത്തോണ്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും മറക്കരുത്.